ഇപ്പം വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ അത് വലിയ പ്രശ്നമാണ് സൃഷ്ടിക്കുന്നത്. എത്രയും പെട്ടെന്ന് അവരെ ഇനി സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റണം. അതായത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് അവർക്ക് താൽക്കാലിക സെറ്റപ്പ് എന്നതിൽ നിന്ന് മാറണം. ഇപ്പോൾ സർക്കാർ പറയുന്നത് 2000 കോടിയോളം രൂപ ഈ ടൗൺഷിപ്പൊക്കെ നിർമ്മിക്കാൻ വേണം. വിദഗ്ധർ എന്ന് വെച്ച് പറയുന്നത് 500 കോടിയോളം രൂപ മതി. അപ്പം വിദഗ്ധരായ കുറേ ആളുകൾ പൈസ നൽകാനുള്ളതുണ്ട്, സന്നദ്ധ സംഘടനകളുണ്ട്, സേവന പ്രവർത്തകരുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇവരെല്ലാം കൂടെ ചേർന്ന് എന്നാണ് ഇത് സ്ഥാപിക്കാൻ നമുക്കറിയില്ല. ഇതിൻ്റെ ഇടയ്ക്കാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തേക്ക് വന്നത്. അപ്പോൾ സർക്കാരിനകത്ത് പാർട്ടിക്കുള്ളിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഇതിൻ്റെ ഇടയ്ക്കോട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കയറ്റി വെച്ചത് എന്നൊരു ആരോപണമുണ്ട്. മാഷിന് എങ്ങനെയാണ് തോന്നുന്നത്? അല്ല, ഇപ്പോൾ സിനേജ് സൂചിപ്പിച്ച എല്ലാ വിഷയങ്ങളും യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിനകത്ത് നിലനിൽക്കുന്ന വളരെ ഗൗരവമേറിയ പ്രശ്നങ്ങൾ തന്നെയാണ്. കാരണം ഈ വയനാട് ഉണ്ടായ ദുരന്തം അത് എത്രയും വേഗം പരിഹരിക്കേണ്ടതൊരാവശ്യമാണ്. പരിഹരിക്കുക എന്ന് പറഞ്ഞതിനിടയിൽ ദുരന്തത്തിന് വിധേയരായവരുടെ ഇനി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള പ്രക്രിയകളാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അതിനുവേണ്ടി നിരവധി മേഖലകളിൽ നിന്ന് ഫണ്ട് എത്തിച്ചേരും, ഫണ്ട് നൽകും എന്ന വാഗ്ദാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനെ കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് സർക്കാർ തലത്തിൽ അഴിമതി വിരുദ്ധമായിട്ടുള്ള രീതിയിൽ അതെങ്ങനെ പ്രായോഗികമാക്കുമെന്നുള്ളതാണ് സമൂഹം ഉറ്റുനോക്കുന്നൊരു കാര്യം. പക്ഷേ മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദുരിതാശ്വാസ ഫണ്ട് മറ്റ് പല മേഖലകളിലേക്കുമൊക്കെ വകമാറ്റിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ ആളുകൾ ഇതിനെ സംശയത്തോടുകൂടിയാണ് യഥാർത്ഥത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഏതാണ്ട് 2000 കോടി രൂപ സർക്കാർ ആവശ്യപ്പെടുമ്പോൾ എന്തിനാണ് 2000 കോടി എന്ന് ചോദ്യം ഉയരുകയും വിദഗ്ധർ ഏതാണ്ട് 550 കോടി രൂപ എന്ന് പറയുകയൊക്കെ ചെയ്തു. പക്ഷേ പ്രശ്നം അതല്ല. 550 കോടിക്കോ അല്ലെങ്കിൽ 2000 കോടി രൂപയ്ക്കോ അത് പരിഹരിക്കുക എന്നുള്ളതിനേക്കാളുപരി കൃത്യമായ പുതിയ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ഒരു ടൗൺഷിപ്പ് അവിടെ നിർമ്മിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനെത്ര രൂപ ആയിക്കൊള്ളട്ടെ, അതെത്രയാണ് എന്ന് സുതാര്യമായിട്ട് സമൂഹത്തിന് മുന്നിൽ പറയാൻ പറ്റുന്നൊരു പ്ലാനും പദ്ധതിയും വേണം. അതെ, നമുക്ക് വെറുതെ 2000 കോടി രൂപ എന്ന് പറയാം, അല്ലെങ്കിൽ 550 കോടി രൂപ എന്ന് പറയും. ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. കൃത്യമായിട്ട് അത് നിർവഹിക്കണമെങ്കിൽ അതിനൊരു പ്ലാൻ ഉണ്ടാക്കണം. അതെ, സർക്കാർ പൊതുജനങ്ങളുമായിട്ട് അത് പറയണം. ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞ സംസ്ഥാന സർക്കാരുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കാൻ താല്പര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കണം. ഈ ടൗൺഷിപ്പിൽ കുറേ പേര് കൃഷി ചെയ്ത് ഉപജീവനം നടത്തിയവരാണ്, കുറേ പേര് കച്ചവടം വ്യവസായമൊക്കെ ചെയ്തവരാണ്, കുറേ പേര് വണ്ടി ഓടിച്ചവരാണ്. അപ്പോൾ ഇവർക്ക് എങ്ങനെ ഉപജീവന മാർഗ്ഗത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയും? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സർക്കാർ ഇവരുമായി കൂടി ആലോചിച്ച് ഇത്തരത്തിലുള്ള മാർഗ്ഗരേഖ എന്താണെന്ന് വെച്ചാൽ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വെക്കുക. അതിനകത്ത് പരിമിതികളും പോരായ്മകളും ഉണ്ടാകും. അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകണം. ഇനിയും അത് വൈകിക്കുന്നത് ശരിയല്ല. കാരണം ഇപ്പോൾ അവർ കഴിയുന്ന പല ക്യാമ്പുകളിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് സ്കൂൾ അധികൃതർ തന്നെ ആവശ്യപ്പെടും. കാരണം വിദ്യാഭ്യാസ മേഖലയിലുള്ള വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളുണ്ടല്ലോ, അതും പരിഹരിക്കണം. പിന്നെ സർക്കാരിൻ്റെ മുന്നിൽ വെക്കുന്ന ഒരു തുകയുണ്ടല്ലോ, ഒരു വീട് വാടകയ്ക്ക് എടുത്തു കൊടുക്കാൻ ഇത്ര രൂപ സർക്കാർ നൽകും. ആ കുറഞ്ഞ പൈസയ്ക്കൊന്നും വീട് നൽകാൻ പലരും തയ്യാറല്ല. അപ്പോൾ മീഡിയാസ് മൊത്തം മലയിറങ്ങി കഴിയുന്നതോടുകൂടി ഈ പ്രശ്നം കൂടുതൽ സങ്കീർണമായി മാറുമെന്നാണ് തോന്നുന്നത്. അല്ല, വീട്ടുവാടക 6000 രൂപ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ കണക്കാണ്. സർക്കാരിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥരുടെ കണക്കാണ്. ഉദ്യോഗസ്ഥരുടെ കണക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്യൂറോക്രസിയുടെ കണക്കാണ്. ഈ ബ്യൂറോക്രസി ഒരു കാരണവശാലും റിയാലിറ്റിയുമായി യാഥാർത്ഥ്യമായി പൊരുത്തപ്പെട്ടു പോകുന്നതായിട്ടുള്ള കണക്കുകളല്ല അവതരിപ്പിക്കാറുള്ളത്. അത് ഒരിക്കലും നടപ്പിലാക്കാനുള്ളതല്ല. എങ്ങനെ നടപ്പിലാക്കാതിരിക്കാൻ പറ്റും എന്നതാണ് ബ്യൂറോക്രസിയുടെ പ്രധാനപ്പെട്ട അന്വേഷണം. അതിൻ്റെ ഒരു ഭാഗമാണ് ഇതും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഏതാണ്ട് 250-ലധികം കുടുംബങ്ങളാണ് ഇപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വാടക എന്ന ഇനത്തിൽ എത്ര രൂപ കൊടുക്കണം, അല്ലെങ്കിൽ വാടകയ്ക്ക് വീട് സർക്കാർ എടുത്തു കൊടുത്താൽ കുഴപ്പമില്ല. പക്ഷേ അതിന് പകരമായിട്ട് അവർക്ക് 6000 രൂപ കൊടുത്തു കഴിഞ്ഞിട്ട് അവരുടെ വാടകയ്ക്ക് വീട് കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. 1. 2, ഓരോരുത്തർക്കും 300 രൂപ വെച്ച് ഓരോ ദിവസം കൊടുക്കും. അതെത്രത്തോളം ഫലപ്രദമായിട്ട് ഇവിടെ നിർവഹിക്കപ്പെടുന്നുണ്ടെന്നുള്ളത് ഇതുവരെയായിട്ടും അറിയാൻ പാടില്ലാത്ത കാര്യമാണ്. പിന്നെ കുട്ടികളുടെ പുനരധിവാസം എന്ന് പറയുന്നത് അവരുടെ വിദ്യാഭ്യാസത്തെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള സംവിധാനങ്ങൾ അതെത്രത്തോളം വിജയകരമായി നിർവഹിക്കപ്പെട്ടിരുന്നത് എന്നതും നമുക്കറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇതെല്ലാം അറിയണമെങ്കിൽ എപ്പോഴും അവിടെ ഒരു ജാഗ്രതയുടെ കണ്ണ് ആവശ്യമാണ് സർക്കാരിൻ്റെ ഭാഗം. അപ്പോൾ സർക്കാർ കൃത്യമായിട്ട് എല്ലാ ദിവസവും അത് വിലയിരുത്തുക എന്നുവെച്ചാൽ അതിൻ്റെ ഒരു മോണിറ്ററിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എല്ലാ ദിവസവും എന്താ സംഭവിക്കുന്നത്, സർക്കാർ എന്ത് ഉദ്ദേശിക്കുന്നു, ആ മോണിറ്ററിങ്ങും അതിൻ്റെ റിപ്പോർട്ടിങ്ങും അത് കൃത്യമായിട്ട് നിർവഹിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ നിർവഹിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ടൗൺഷിപ്പ് എങ്ങനെ രൂപപ്പെടുത്തുന്നത്. അത് വിദഗ്ധരോട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അതിന് റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അത് എന്നിട്ട് മുന്നിൽ വെക്കുക, ഇങ്ങനെ സമൂഹത്തിന് മുന്നിൽ വെച്ച് ഇതാണ് ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ടൗൺഷിപ്പിൻ്റെ രൂപരേഖ.
ഇതിന് ഇത്തരം രൂപയാണ് വേണ്ടി വരുന്നത്, അത് എങ്ങനെ നമുക്ക് സ്വരൂപിച്ചെടുക്കാനായിട്ട് കഴിയും. അങ്ങനെ ഒരു അന്വേഷണത്തിലേക്കൊക്കെ വരികയാണെന്ന് വെച്ചാൽ ഈ സംവിധാനം പൂർണ്ണമായിട്ടും സുതാര്യമായി തീരുകയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് അത് ഒരുമിച്ച് നിർവഹിക്കാനും സൽപ്പേരുണ്ടാക്കാനും കഴിയും എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഇന്ത്യയിൽ അത്തരത്തിലൊരു വലിയ ദുരന്തമുണ്ടായ ഒരു ദേശീയ ദുരന്തം തന്നെയാണ്. ആ ദേശീയ ദുരന്തത്തിനെ എങ്ങനെയാണ് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ നേരിട്ടത് എന്നത് ലോകത്തിൻ്റെ മുന്നിൽ പോലും ഒരു മാതൃകയാക്കി മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയാക്കേണ്ടതാണ്. അതങ്ങനെ ചെയ്യണം. അങ്ങനെ അല്ലാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാധ്യമങ്ങളെല്ലാം മലയിറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് കുറേ ഉദ്യോഗസ്ഥന്മാരും അവരുടെ കൂട്ടാളികളും കൂടി നടത്തുന്ന ഒരു ചക്കളത്തി പരിപാടിയായിട്ട് അത് മാറിക്കഴിഞ്ഞാൽ ആ ജനങ്ങളുടെ കാര്യം വലിയ കഷ്ടമായിരിക്കും. അതൊരിക്കലും സംഭവിക്കാനായിട്ട് പാടില്ല. ഈ മുഖ്യധാര മാധ്യമങ്ങൾ മാറിയാലും ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയ അതിൻ്റെ പിന്നാലെ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ വരികയാണെന്ന് വെച്ചാൽ ഈ ഇപ്പം ഉയർത്തപ്പെട്ടിരിക്കുന്ന ഒരു ആരോപണം ഉണ്ടല്ലോ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ വന്നു എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് എന്ന് പറയുന്നത്. അത് ആ ആരോപണത്തിൻ്റെ മുനയൊടിക്കാൻ സർക്കാരിന് അങ്ങനെ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ റിപ്പോർട്ട് വരുന്നത് യഥാർത്ഥത്തിൽ സർക്കാർ പുറത്തുവിടുന്നില്ല, സർക്കാർ പുറത്തുവിടാതിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളൊക്കെ ഉന്നയിച്ച ആക്ഷേപമായിരുന്നത്. കാരണം സിനിമാ മേഖലയിൽ സാർവത്രികമായി നടമാടിയിരുന്നതായിട്ടുള്ള ലൈംഗിക ചൂഷണവും അതേപോലെ തന്നെ നടികളൊക്കെ തന്നെ സംവിധായകർക്കും അതേപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സിനും വിധേയരാകേണ്ടതാണ് എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് ആശാസ്യമായതല്ല എന്നെല്ലാവർക്കും അറിയാൻ കാര്യമാണ്. മാത്രമല്ല ഈ സിനിമ പിടിക്കാൻ പലരും പണമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് തന്നെ പെണ്ണ് പിടിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ള രീതിയും പുറത്തുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിനൊക്കെ എതിരായിട്ട്, കാരണം നമ്മുടെ സമൂഹം കുറേ കൂടിയൊക്കെ എന്താണ് മുന്നോട്ട് പോയ സമൂഹമാണ്, വികസിച്ച സമൂഹമാണ്, പരിഷ്കൃത സമൂഹമാണ്. അപ്പോൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എന്ന് പറയുന്നത് പരിഷ്കൃത മനുഷ്യന് സ്വീകാര്യമായിട്ടുള്ള രീതിയിലാകേണ്ട, സിനിമ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒന്നായി നമ്മൾ കണക്കാക്കേണ്ടതില്ല. മാത്രമല്ല കള്ളപ്പണം കൊണ്ടുപോയി ചാക്കിന് ചൊരിയാനുള്ളൊരു മേഖലയായിട്ടും അത് മാറാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ഒരു സ്വാഭാവികമായ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടും കലയുടെ ഒരു ഭാഗമായിട്ടും അതിനെ പരിഗണിച്ച് ഈ കലയും ബിസിനസ്സും കൂടി കലരുന്ന സമയത്ത് എങ്ങനെ അത് മനുഷ്യന് ഗുണാത്മകമായിട്ടുള്ള രീതിയിൽ മാറിത്തീരാം എന്ന തരത്തിലുള്ള ഒരു അന്വേഷണം നടക്കുന്ന മേഖല കൂടിയായിട്ട് മാറേണ്ടതാണ്. അതിനൊക്കെ വിരുദ്ധമായ വാർത്തകളാണ് നമ്മളിപ്പോൾ ഇതിനകത്തും കേട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു വശത്ത് ഈ പറയുന്ന ഈ പുനരധിവാസം അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നു. ഇതിന് 550 കോടി രൂപ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, ഇനി സർക്കാർ എന്ത് നയമാണ് സ്വീകരിക്കുന്നത്, ഇതൊക്കെ ഇനി മുന്നിൽ വരാൻ നിൽക്കുന്നു. ഇതേ സമയത്ത് തന്നെ ചർച്ച വേറെ രീതിയിലേക്ക് മാറിപ്പോകാനായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇന്ന കാര്യങ്ങൾ നടക്കുന്നു. നമുക്കറിയാം 4 വർഷം മുമ്പേ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടതാണ്. അപ്പോൾ ഈ 4 വർഷം ഈ കമ്മിറ്റിയുടെ മേൽ അടയിരുന്ന ആളുകൾ ഈ 4 വർഷം കഴിഞ്ഞ് ഇത് പുറത്തേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശമുണ്ട്. കാരണം 4 വർഷം മുമ്പുണ്ടായ ഒരു ജീവിത സാഹചര്യമല്ല ഇപ്പോൾ അറിയാം. നമുക്ക് ഈ കൊച്ചിയിലേക്ക് തന്നെ ആളുകൾ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ ജോലിക്കൊക്കെ വരുന്ന ആ വിദ്യാർത്ഥികൾ, ആൺകുട്ടിയും പെൺകുട്ടിയും ഒക്കെ മിക്സഡ് ഹോസ്റ്റലിൽ കഴിയുന്ന ഒരു സംസ്കാരത്തിലേക്ക് മാറി. അപ്പോൾ പിന്നെ സിനിമാ മേഖല എത്രത്തോളം ആയിരിക്കും, അവർ ഒന്നിച്ചായിരിക്കും ഭക്ഷണം കഴിക്കുക, ഒന്നിച്ചായിരിക്കും ജോലി ചെയ്യുക, രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അവർക്കിടയിലുള്ള ഒരു ബന്ധങ്ങൾ, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം കൂടി വന്നു. അപ്പോൾ കുറച്ച് പേരെ 4 വർഷം മുമ്പ് ഉപദ്രവിച്ചിരുന്നു, ദുരുപയോഗം ചെയ്തിരുന്നു. അതേ അവസ്ഥയിൽ നിന്നിപ്പോൾ നമ്മൾ മാറി. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിരിക്കേണ്ടിരുന്ന കാലം കുറച്ചുകൂടെ മുമ്പായിരുന്നില്ലേ? ഇപ്പോൾ ഈ വിഷയം വീണ്ടും എടുത്തിട്ടുണ്ട് വരുന്നതിന് സർക്കാർ എന്തെങ്കിലും തരത്തിലുള്ള ശ്രദ്ധ തിരിക്കാനാണെന്ന് ആരോപണം ഉന്നയിച്ചാൽ തെറ്റു പറയാനും പറ്റില്ലല്ലോ. അല്ല, അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ റിപ്പോർട്ട് പുറത്തു വരുന്ന ഇപ്പോൾ വിവരാവകാശ കമ്മീഷനിലേക്ക് മാധ്യമപ്രവർത്തകർ അപേക്ഷ കൊടുക്കുകയും പരാതി കൊടുക്കുകയും അത് പുറത്ത് വിടാൻ നിർവാഹമില്ലാത്തൊരു സാഹചര്യമുണ്ട്. മാത്രമല്ല വിനയനെപ്പോലുള്ള ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന 15 പേരടങ്ങുന്ന വലിയ പവർ ബ്ലോക്കിൻ്റെ പ്രവർത്തനമുണ്ട് എന്നാണ്. അതിലൊരു മന്ത്രി കൂടിയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് സർക്കാരിന് അത്ര ഗുണകരമായിട്ടുള്ള രീതിയിൽ അല്ല കാര്യങ്ങളുടെ പോക്കെന്ന് വേണമെങ്കിൽ ഇത് പുറത്തു വന്നാൽ പോകുന്നതെന്ന് നമുക്ക് നോക്കുന്ന സമയത്തെ ബോധപൂർവം സർക്കാർ ഇത് ഇങ്ങനെയൊക്കെ ഉള്ള വാർത്തകൾ സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന് പറയുന്ന ആരോപണത്തിനും വലിയ പ്രസക്തിയില്ല എന്നതാണ്. എന്നാൽ എല്ലാവരും കൂടി കൂടിക്കലർന്ന ഒരു യാഥാർത്ഥ്യമാണ് നിലനിൽക്കുന്നത്. കാരണം വേണമെങ്കിൽ ഇങ്ങനെയും ചർച്ച പോകട്ടെ, അപ്പോൾ മറ്റേ കാര്യങ്ങൾ അറിയാതെ പോകുമല്ലോ. കാരണം നമ്മൾ മാധ്യമങ്ങളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രതികളെന്നാണ്. മാധ്യമങ്ങൾക്ക് എല്ലാ ദിവസവും എരിവും പുളിയുള്ള വാർത്തകളുണ്ടാകും. അത് കുറച്ച് ദിവസമൊക്കെ ഇപ്പോൾ വയനാട് ദുരന്തം എന്ന് പറയുന്നത് കുറേ ദിവസം അവർ ആഘോഷിച്ചു കഴിഞ്ഞു. ഇനി അതിലേക്ക് ശ്രദ്ധിക്കേണ്ടതില്ല എന്നവർ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. അതൊരു ദുരന്തമായിട്ടാണ് കണക്കാക്കേണ്ടത്, അല്ലാണ്ട് അവർക്ക് ആഘോഷിക്കാനായിട്ടുള്ളൊരു വിഷയമായിട്ടല്ല എന്ന് കണക്ക്. ആ ദുരന്തമായിട്ട് തിരിച്ചറിഞ്ഞ് ആ ദുരന്തത്തിന് പരിഹാരം, ജനങ്ങളുടെ ജീവിതം, പൊതുവെ നമ്മുടെ സമൂഹം എങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ആ ദുരന്തത്തിന് വിധേയരാകുന്ന മനുഷ്യരോട് നമ്മുടെ ഒരു ആത്മീയമായിട്ടുള്ള ബന്ധം പുലർത്തുന്നതും
അതേപോലെ തന്നെ ഒരു മനുഷ്യത്വം കാണിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഊന്നി നിന്ന് കേന്ദ്രീകരിച്ച് നിരന്തരമായിട്ടുള്ള ഒരു മോണിറ്ററിങ് മാധ്യമങ്ങളുടെ അതിലും ഉണ്ടാവേണ്ടതാണ്. പക്ഷെ അതൊന്നുമില്ല. നേരെ മൊത്തമായിട്ട് ഒരു ഹേമ കമ്മിറ്റിയിൽ മുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം വയനാട് ദുരന്തത്തെക്കാൾ കൂടുതൽ ആളുകളെ ഇക്കിളി കൊള്ളിപ്പിക്കുന്നതും അതേപോലെ തന്നെ ആളുകൾക്ക് ഇത് കാണാനായിട്ട് കൂടുതൽ താല്പര്യമുള്ളതുമായിട്ടുള്ള ഒരുപാട് വാർത്തയുടെ ശകലങ്ങൾ പലയിടങ്ങളിലും ചികഞ്ഞ് ചെല്ലാനായിട്ട് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സുന്ദരികളായിട്ടുള്ള നടികളുടെ രഹസ്യ ജീവിതത്തെക്കുറിച്ചുള്ള അന്വേഷണം ഇതിനകത്തുണ്ട് എന്ന് വെച്ചാൽ ഒരു ഒളിഞ്ഞു നോട്ടത്തിൻ്റെ സാധ്യത ഈ വിഷയത്തിൽ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് മാധ്യമങ്ങളെല്ലാം അതിൻ്റെ പിന്നാലെ ചിക്കിപ്പെറുക്കി ഇങ്ങനെ നടക്കുന്ന സ്ഥിതിയാണുള്ളത്. മലയാളിയുടെ ഒളിഞ്ഞുനോട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിച്ച് കൂടാൻ പറ്റാത്തൊരു കാര്യം. കാരണം എന്ത് കാര്യത്തിലും ഒളിച്ചു വെക്കാൻ പറ്റുന്ന എന്ത് കാര്യത്തിലേക്ക് നമ്മൾ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇവിടെ ഈ സിനിമാ മേഖല എന്ന് പറയുന്നത് വലിയ ആഡംബരത്തിൻ്റെ പൈസ കൊഴുപ്പിൻ്റെ ഒക്കെ ഒരു മേഖല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഇപ്പോൾ ഈ 15 പേരിറങ്ങുന്ന ഒരു പവർ ടീമുണ്ട്. അത് ആരൊക്കെയാണ്? ഇതിനകത്ത് ഏതൊക്കെ നടിമാരാണ് വഴങ്ങി കൊടുക്കുന്നത്? ചില നടിമാരുടെ അമ്മമാർ പോലും വഴങ്ങി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിയാനുള്ള ആകാംക്ഷ ഒരു വശത്ത് നിൽക്കുന്നു. മറുവശത്ത് ഈ പറയുന്ന പുനരധിവാസം എന്താണ്? ജീവിതം എങ്ങനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകും? കയ്യിൽ നിന്ന് ഒരു ഒഴുക്കിൽപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഈ ഇപ്പോഴും മണ്ണിനടിയിൽ പുതഞ്ഞു പോയിട്ടുള്ള 100ലധികം ആളുകളുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ജീവിതത്തിലേക്ക് എങ്ങനെ തിരിച്ചു കൊണ്ടുവരേണ്ടി വരുന്നു? അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്കാണോ മുൻഗണന നൽകേണ്ടത്? അതോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്കാണോ മുൻഗണന നൽകേണ്ടത്? സർക്കാർ ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോയാൽ പോരെ? എന്തുകൊണ്ടാണ് അതിനകത്ത് മടിക്കുന്നത് സർക്കാർ? അല്ല, ഇതിൻ്റെ പല തരം വിഷയങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ആരോപണം വരുന്ന സമയത്ത് 15 പേരടങ്ങുന്ന പവർ ബ്ലോക്ക്, അതിലൊരു സംസ്ഥാന മന്ത്രി അംഗമായിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. വിനയനാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് അത്തരത്തിലുള്ള ആരോപണം വന്നിരിക്കുന്നത് എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് അന്വേഷിക്കേണ്ട ഒരു ആവശ്യമാണ്. ഞാൻ പറയുന്നത് ദൈനംദിനം നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ പ്രശ്നങ്ങളിലേക്ക് ഒരു കണ്ണ് തീർച്ചയായിട്ടും മുഖ്യധാര മാധ്യമങ്ങൾ വെക്കണം. പക്ഷേ അതോടൊപ്പം തന്നെ ജാഗ്രതയുടെ കണ്ണ് നമ്മളുടെ ഈ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളിലും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ആ ജീവൽ പ്രശ്നമാണ് പുനരധിവാസത്തിൻ്റെ പ്രശ്നം എന്ന് പറയും. അപ്പോൾ എല്ലാ ദിവസവും അതിന് കുറച്ച് സമയം മാറ്റിവെക്കുകയും അത് എവിടം വരെ എത്തിയിട്ടുണ്ട്, എന്താണ് അതിൻ്റെ പ്രൊസീജിയർ എന്നൊക്കെ ഒന്ന് ജനങ്ങൾ എല്ലാ ദിവസവും അറിയിക്കുന്ന ഒരു ജാഗ്രത അവരുടെ ഭാഗത്തുണ്ടെങ്കിൽ നമുക്കവരെ കുറ്റം പറയേണ്ട കാര്യമില്ല. പക്ഷേ അവർ പലപ്പോഴും അതിന് പകരമായിട്ട് ഈ ഒളിഞ്ഞു നോട്ടത്തിൻ്റെ പിന്നുള്ള സാധ്യതകളിലേക്ക് ക്യാമറ തിരിച്ചു വെക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് എല്ലാ മാധ്യമങ്ങളും ഇതിനകത്ത് മുങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത്. അതൊരിക്കലും ശരിയായൊരു സമീപനമായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം അത് ശരിയാണ് എങ്കിൽ അവരിങ്ങനെ ഇത് തിരിച്ചു വെക്കുകയാണെന്ന് വെച്ചാൽ നേരത്തെ ഉയർന്ന ആരോപണം, ഈ വാർത്ത ആര് എങ്ങനെ പുറത്തു വന്നുള്ളത്, ഇപ്പോൾ അത് പുറത്തു വന്നതിൻ്റെ പിന്നിൽ ഇത്തരം വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനായിട്ടുള്ള ഒരു ശ്രമമുണ്ട് എന്ന് പറയുന്ന ആരോപണം ബലപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ എന്തായാലും ഈ ശ്രദ്ധ തിരിക്കാനാണോ സർക്കാർ ഇത്തരത്തിലുള്ള ഒരു കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിട്ടത്? അതോ സർക്കാരിൻ്റെ മുൻഗണന അതിജീവിതം അല്ലെ ഈ പറയുന്ന അതിജീവിക്കാൻ വേണ്ടി പോരാടുന്നവർക്ക് വേണ്ടി നിൽക്കുകയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.